സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടർ ഇന്ന് ഉയർത്തും. വിശദാംശങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്, സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, ഇടുക്കിയിൽ കനത്ത മഴയുണ്ട്. ഈ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് ഉയർത്താൻ സാധ്യതയുണ്ടോ? തമിഴ്നാട് ഇക്കാര്യം അറിയിച്ചിരുന്നുവല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഇപ്പോൾ ഇടുക്കിയിൽ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. രാത്രിയിൽ പക്ഷേ കടുത്ത മഴ പരക്കെ പെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ഥിതി ആശങ്കപ്പെടേണ്ട ഒരളവിലേക്ക് ജലനിരപ്പ് ഉയരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ 136 അടിയിലേക്ക് പെട്ടെന്ന് ജലനിരപ്പ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, തമിഴ്നാടും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം 135.55 അടിയിലേക്ക് മാത്രമേ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളൂ. 136 അടിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഈ തുറക്കുന്ന കാര്യത്തിൽ തമിഴ്നാട് ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് തുറക്കേണ്ടതില്ല എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഒരു നിലപാട്. പരമാവധി 136 അടിയിൽ തന്നെ ജലനിരപ്പ് ക്രമീകരിക്കുക. അതിനുശേഷം ആവശ്യമായ ഘട്ടം എത്തിയാൽ മാത്രം ഇത് പുറത്തേക്ക് ഒഴിക്കൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. പെരിയാർ, മഞ്ചുമല, അതുപോലെ തന്നെ ആറ്റോരം, അയ്യപ്പൻ കോവിൽ, ഉപ്പുതറ, ഈ ഭാഗത്തൊക്കെ, ഈ പെരിയാർ ഒഴുകി പോകുന്ന ഭാഗത്ത് അപകട സാഹചര്യങ്ങളിലുള്ള വീടുകൾ, അതായത് പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകൾ 885 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ഈ വീടുകളിലൊക്കെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കും എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പും വലിയ കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. ജലനിരപ്പ് കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് മുല്ലപ്പെരിയാറിലെ വെള്ളം വന്നാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. നിലവിലുള്ളൊരു സ്ഥിതി വരും മണിക്കൂറുകളിലും തുടരും. മാത്രമല്ല, ഷട്ടറുകൾ ഉയർത്തി, സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി ആ വെള്ളം പെരിയാറിലേക്ക് ഒഴുകുകയാണ് എങ്കിൽ 12 മണിക്കൂർ മുൻപ് തന്നെ അറിയിപ്പ് ലഭിക്കും. മാത്രമല്ല, പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ ഉയർത്തുകയുള്ളൂ. രാത്രികാലങ്ങളിൽ ഉയർത്തുകയുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യത വളരെ വളരെ കുറവുമാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ സുർജിത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. നിരവധി ദുരന്ത സാധ്യതാ മേഖലകളുള്ള ജില്ലയാണ് വയനാട്. അവിടെ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഇന്ന് മഴയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ട്. ഇന്നലെ രാത്രിയിലും മഴയുടെ അളവിൽ കുറവുണ്ട്. ഇന്നലെ രാവിലെയാണ് ബാണാസുര അണക്കെട്ട് തുറന്നത്. ഇതുമൂലം കബനിയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. 50 ഘനമീറ്റർ വരെ വെള്ളമാണ് സെക്കൻഡിൽ തുറന്നു വിടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 10 സെൻറ്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയിട്ടുള്ളത്. ഇതുമൂലം ചിലയിടങ്ങളിൽ, അതായത് വെള്ളക്കെട്ട് ഒഴിവാകാത്തൊരവസ്ഥ ചിലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടത്തറ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറുമണി അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയാണ് ഉള്ളത്. ഒപ്പം ഈ തവിഞ്ഞാൽ, തൊണ്ടർനാട് മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പനമരം പുഴയും ഒപ്പം തന്നെ വയലും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും വെള്ളം കയറിയ ഒരു അവസ്ഥ ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഭീതിതമായ രീതിയിലുള്ള സാഹചര്യം ഇല്ല. കാരണം മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും മഴ കാര്യമായ രീതിയിൽ പെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉള്ള ഒരളവ് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഇല്ല. രാത്രിയിൽ മഴ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇതിനിടയിൽ ഇന്നലെ ഗർത്തമുണ്ടായ പ്രദേശങ്ങളുണ്ട്. അതായത് ഈ പുളിഞ്ഞാൽ പഞ്ചായത്തിലെ നെല്ലിക്കാച്ചാൽ എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് പോകുന്ന ആ പ്രദേശത്തെ കുടുംബങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ റോഡിൽ ഗർത്തമുണ്ടായത്. ആ ഗർത്തത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ജിയോളജിസ്റ്റിൻ്റെ പരിശോധന പൂർത്തിയാക്കി. ജനപ്രതിനിധികളും ജിയോളജിസ്റ്റും മറ്റ് ടൗൺ പ്ലാനറും അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന നടത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന കാര്യം. കാരണം ഈ ഗർത്തത്തിലുള്ള വെള്ളം അത് താഴേക്ക് വലിഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെ പറയുന്നു. മാത്രമല്ല ഈ ചെറിയ ഉറവകളായി പലയിടങ്ങളിലും ഉറവകൾ രൂപം കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ വാഴ കർഷകർക്കാണ്. വലിയ രീതിയിൽ വാഴക്കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വാഴക്കൃഷി നശിച്ചിട്ടുണ്ട്. പുഴങ്കുനി ഉന്നതിയിലെയും, അതായത് എപ്പോഴും വയനാട്ടിൽ മഴ ശക്തമായാൽ ആദ്യം വെള്ളമെത്തുന്ന പ്രദേശം ഒന്ന് മണിയങ്കോട് പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ബത്തേരിയിലെ കല്ലൂർ പുഴ കരകവിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് പുഴങ്കുനി ഒരു പാടത്തിന് നടുവിലുള്ള, വയലിന് നടുവിലുള്ള ഒരു ഉന്നതിയാണ്. ഉന്നതിയിലെ അവിടെ ആ മേഖലയിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതിയുണ്ട്. അവരെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മഴയിൽ വലിയ കുറവുണ്ട്. അത് ആശ്വാസകരമാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ മഴ സാഹചര്യം എങ്ങനെയാണ് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. കഴിഞ്ഞ 2 ദിവസമായി പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടയ്ക്കിടെ മഴ വന്നു പോകുന്ന സാഹചര്യം മാത്രമാണുള്ളത്. ജില്ലയിൽ കരുതലിൻ്റെ ഭാഗമായി ജില്ലയിലെ നദികളിൽ ഇറങ്ങുന്നതിന് ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ, ഒപ്പം തന്നെ അച്ചൻകോവിൽ നദികളിൽ ഇറങ്ങുന്നതിനും മുറിച്ചു കിടക്കുന്നതിനുമാണ് നിയന്ത്രണമുള്ളത്. ഈ നദികളുടെ ചില പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ജാഗ്രതയുടെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജനവാസ മേഖലയിൽ ആശങ്കയാകുന്ന തരത്തിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ജില്ലയിൽ കരുതൽ നടപടികളുടെ ഭാഗമായി ജൂലൈ 1-ാം തീയതി വരെ ഈ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്ര ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു. ഒപ്പം തന്നെ കോറികളുടെ പ്രവർത്തനവും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും ജില്ലാ കളക്ടർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ നിയന്ത്രണങ്ങൾ കരുതൽ നടപടികളുടെ ഭാഗമായി മാത്രമാണ് ജൂലൈ 1 വരെ തുടരുക എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജില്ലയിൽ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മലയോര മേഖലകളിലും ഒപ്പം തന്നെ വനത്തിനോട് ചേർന്നുള്ള മേഖലകളിലും ശക്തി കുറഞ്ഞ ദുർബലമായ മഴ പെയ്തതിനപ്പുറത്തേക്ക് ഈ ഒരു ആശങ്ക പരത്തുന്ന രീതിയിലേക്ക് ജില്ലയിലെ മഴ കടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്കുൾപ്പെടെ അവധി നൽകിയിരുന്നു. പക്ഷേ ജില്ലയിൽ പൊതുവിൽ കഴിഞ്ഞ ദിവസം മഴയുടെ അളവ് വളരെ കുറവായിരുന്നു. പകൽ സമയത്തുൾപ്പെടെ തെളിഞ്ഞ ആകാശം എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന കാര്യമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ചെറിയ തോതിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പക്ഷേ മഴയുടെ അളവ് അത് തീരെ കുറവാണ്. പൊതുവിൽ മഴയില്ലാത്തൊരു സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുള്ളത്. പക്ഷേ കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളിലും എടുത്തിട്ടുണ്ട്. ഈ നദികളിൽ ഇറങ്ങുന്നതിനും നദികൾ മുറിച്ചു കിടക്കുന്നതിനും ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും ഈ കോറികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു ജാഗ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ആളുകൾക്ക് മഴ ഒരു ആശങ്കയാകുന്ന സാഹചര്യത്തിലേക്ക് ജില്ലയിലെ കാര്യങ്ങൾ കടന്നിട്ടില്ല. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, AV ജയശങ്കറാണ് പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി ചേർന്നത്. ഇനി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പല ആറുകളുമുള്ള ജില്ലയാണ്. നദീതീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയത്തെ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ജാഗ്രതാ നിർദ്ദേശം കോട്ടയത്ത് ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തത്. ഇതേ തുടർന്ന് മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മെയ് അവസാനവും ജൂൺ ആദ്യവുമായി പെയ്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ അനുഭവപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ട് അവിടെ നിന്നും മാറിയിട്ടില്ല. അതാണ് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. കൂടുതൽ മഴ പെയ്ത് കിഴക്കിൽ നിന്നും വെള്ളമൊഴുകി വന്നു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി കുടുംബങ്ങൾ, ഏകദേശം 15ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തെങ്കിലും പശ്ചാത്തലത്തിൽ അത് വർദ്ധിപ്പിക്കേണ്ടതായി വന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും അതിശക്തമായിട്ടുള്ള മഴ ഈ കുട്ടിക്കൽ, അതുപോലെ തന്നെ തീക്കോയി, മുണ്ടക്കയം പ്രദേശങ്ങളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട്. മണിമലയാറ്റിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വെള്ളം വന്നിരുന്നു. ഈ മുണ്ടക്കയത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അല്പം വ്യത്യാസമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നിലവിൽ അവധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ കിഴക്കൻ മേഖലയിലുള്ള യാത്രാ നിരോധനവും അടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നേക്കും. എന്തായാലും ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും ശക്തമായ മഴ തുടരുന്ന കാര്യം ഇപ്പോൾ ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. ഹിമാചൽ പ്രദേശിൽ യെല്ലോ അലർട്ടുണ്ട്. അവിടെ മിന്നൽ പ്രളയത്തിൽ ഹിമാചലിൽ മരണം 6 എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്.